ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചാപ്റ്റർ കഴിഞ്ഞു. ഒന്നാമത്തെ ചാപ്റ്റർ ഫെയറോട്ടണം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, രണ്ടാമത്തെ ചാപ്റ്റർ എറേഴ്സ് ആയിരുന്നു, മൂന്നാമത്തെ ചാപ്റ്റർ വെക്ടേഴ്സ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. കൈനമാറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ പേര്. മോഷൻ, സിംപ്ലി മോഷൻ എന്നുള്ള ചാപ്റ്ററായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് എന്താണ് റെസ്റ്റ് എന്നുള്ളത് ഒരു ബോഡീൻ്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് റെസ്റ്റ്. ഒരു ബോഡീൻ്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഏതാണ്? അപ്പം എങ്ങനെ പറയാൻ ചോദിച്ചാൽ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് ടൈം, ഇറ്റ് ഇസ് കോൾഡ് റെസ്റ്റ്. അടുത്ത നമ്മൾ പറയുന്നത് മോഷൻ. മോഷൻ എന്നുള്ളത് എന്തായാലും ഒരു ബോഡീൻ്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നത് നമ്മൾ പറയുന്നത് മോഷൻ. അപ്പം ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം, ദേ ആർ കോൾഡ് മോഷൻ. രണ്ട് കൺസെപ്റ്റുകൾ നമ്മളിവിടെ പഠിച്ചു. സ്ട്രെസ്, ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് ടൈം, ഇറ്റ് ഈസ് കോൾഡ് റെസ്റ്റ്. ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം, ദേ ആർ കോൾഡ് റെസ്റ്റ്. നമ്മൾ അടുത്ത പഠിക്കുന്ന കൺസെപ്റ്റാണ് എന്താണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്താണ്? അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഈ പോയിന്റ് ഇവിടെ ഇവിടെ നിന്നുണ്ട്, പിന്നെ എന്തുമാത്രം ദൂരം കവർ ചെയ്യുന്നത് നമ്മൾ പറയുന്ന ഡിസ്റ്റൻസ് 4 + 7 മീറ്റർ. ഓക്കെ, അപ്പൊ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ഈസ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. തീർച്ചയായിട്ടും അതിന്റെ യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് മീറ്ററാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസിന് നെഗറ്റീവ് വരാൻ പറ്റൂല, 0 ആവാൻ പറ്റൂല. 0 ആവുന്നത് റെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ്. ഇത്തരം കാര്യങ്ങൾ കൂടി ഓർക്കുക. സോ റെസ്റ്റ്, വാട്ട് ഈസ് എ റെസ്റ്റ്? The position of an object does not changes with the time is called rest. What is motion? The position of an object changes with the time is called motion. What is distance? The total path length covered by an object is distance. Distance is a scalar quantity. Unit is meter. It always positive. അടുത്ത നമ്മൾ പഠിക്കുന്ന ടൈമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ഈ കേസിൽ തന്നെ നമ്മളൊരു ബോഡി ഈ പോയിന്റിൽ നിന്ന് 4 മീറ്റർ പോയി, ഇവിടെ 3 മീറ്റർ പോയിന്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഇവിടെയാണ് എന്റെ ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് എന്റെ ഫൈനൽ പോയിന്റ്. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. അതിനെ പറഞ്ഞ പേരാണ് ഇത് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടനസ് സ്ക്വയർ നോക്കും, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടും 16 + 9 16 കഴിഞ്ഞാൽ 25 കിട്ടും. 25 5. അപ്പൊ ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ. ഡിസ്റ്റൻസ് 7 മീറ്റർ, ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്ററാണ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. ഇനി നോക്കിയിട്ട് അതിന്റെ വാല്യൂ വരാൻ പോസിറ്റീവ് വരാൻ പറഞ്ഞു. സോ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്. പിന്നെ 0 വരാൻ കേസ് ഉണ്ടാവും. ഈ 4 മീറ്റർ ഇങ്ങോട്ട് പോകുന്നത് എ ബിയിലെത്തി, അതേ ബിയിൽ നിന്ന് എയിലോട്ട് തിരിച്ചു വന്നു. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആൻസർ എ തുടങ്ങി എയിലാണ് അവസാനിച്ചത്. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരയ്ക്കാൻ പറ്റത്തില്ല, ദിസ് 0. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ 4 - 4 അങ്ങോട്ട് പോസിറ്റീവ് ഇട്ടാൽ ഇങ്ങോട്ട് നെഗറ്റീവ് എടുക്കണം. 4 - 0 അപ്പൊ 0. ഡിസ്പ്ലേസ്മെന്റ് ആൻസർ പോസിറ്റീവ് വരാം, 0 വരാം, നെഗറ്റീവ് ആണെങ്കിൽ ഈ എ നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം. 2 മീറ്റർ ഈ ഒറിജിനിലാണ്. ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്യുന്ന എല്ലാ നിങ്ങളെല്ലാം എടുക്കണം, നെഗറ്റീവാണ് ചെയ്യുന്നത്. സോ ഇവിടെ എയിലുള്ള പോയിന്റ് എത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയും -2 മീറ്റർ. അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് പോകണം, ഇങ്ങോട്ട് പോയാൽ -3 മീറ്റർ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ്, 0. ഓക്കെ, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നമ്മൾ ഡയറക്ഷൻ കൃത്യമായിട്ട് പറയണം. ഇനീഷ്യൽ ഫൈനലിലോട്ടാണ് അതിന്റെ ഡയറക്ഷൻ.
So it is a vector quantity. Unit is meter. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. So what is a rest? The position of an object does not changes with the time is called a rest motion. The position of an object changes with the time is called a motion. This distance, the total path length covered by an object is distance. It is a scalar quantity. Unit is meter. Displacement. It is the shortest distance between initial position and the final position of an object. It can be a positive, negative, or zero. It is a vector quantity. Unit is meter. Here now I am going to talk about speed. What is speed? What is speed? നിങ്ങൾ സ്പീഡിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം. നമ്മളൊരു ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫിസിക്സിൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറയുന്ന പേരാണ് റേറ്റ്. റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിതിനെ വായിക്കുന്നത് റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ഒബ്ജക്റ്റ് ഈസ് സ്പീഡ്. റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ഒബ്ജക്റ്റ് ഈസ് സ്പീഡ്. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്പീഡും എന്തായിരിക്കും? സ്പീഡ് ഓൾവേസ് പോസിറ്റീവ്. ദിസ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ദിസ് ഈസ് ഓൾസോ എ സ്കെയിലർ ക്വാണ്ടിറ്റി. രണ്ട് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സോ സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. യൂണിറ്റ് ഡിസ്റ്റൻസ് യൂണിറ്റ് എന്താ? മീറ്റർ. ടൈം യൂണിറ്റ് എന്താ? സെക്കൻഡ്. അപ്പോൾ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സോ എന്തൊക്കെ കാര്യം എഴുതും? സ്പീഡ് ചോദിച്ചാൽ ഇക്വേഷൻ എഴുതണം. ഡിസ്റ്റൻസ് ബൈ ടൈം എഴുതണം. ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ ഒബ്ജക്ട്. സ്പീഡ് ഓൾവേസ് പോസിറ്റീവ്. ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും കാര്യം എഴുതണം. സോ അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് വെലോസിറ്റി. സോ വെലോസിറ്റി നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ എങ്ങനെ പറയുന്നത്? വെലോസിറ്റി. It is the rate of displacement covered by an object. It is the rate of displacement covered by an object. This velocity can be positive, negative, or zero. കാര്യങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് നേരത്തെ പറഞ്ഞു. പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, സീറോ വാല്യൂ വരാം പറഞ്ഞു. യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്ടർ ക്വാണ്ടിറ്റിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു വെക്ടർ തന്നെയാണ്. സോ വെലോസിറ്റി ഈസ് ഓൾവേസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഈസ് ഓൾസോ ഓൾവേസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പറയാം. സോ ഒന്നുകൂടെ റെസ്റ്റ് എന്താ? ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് ടൈം ഈസ് കോൾഡ് റെസ്റ്റ്. What is motion? The position of an object changes with the time. They are called rest. What is distance? The total path length covered by an object is called distance. What is displacement? It is the shortest distance between initial position and the final position of an object. It is a scalar quantity. Unit is meter. Displacement, it is a vector quantity. Unit is meter. What is speed? Distance by time. Eങ്ങനെ ഇംഗ്ലീഷ് പറയാം? It is the rate of distance covered by an object. Speed always positive. Unit is meter per second. It is a scalar quantity. What is velocity? Displacement by time. Velocity can be positive, zero, or negative. Velocity is a vector quantity. Unit is meter per second. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ്? മൊമെന്റം. മൊമെന്റത്തിന്റെ ലെറ്ററാണ് പി എന്നുള്ള ലെറ്ററാണ്. മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മാസ് വെലോസിറ്റി കൊണ്ട് ഗുണിക്കുക ഇംഗ്ലീഷിൽ പറയുന്ന എന്താ? പ്രോഡക്റ്റാണ്. സോ നമുക്ക് പറയാം, ഒരു മൂവ് ചെയ്യുന്ന ബോഡിക്ക് മൊമെന്റം ഉള്ളൂ. അപ്പൊ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൊമെന്റം. മൂവ് ചെയ്യില്ലെങ്കിൽ മൊമെന്റം ഇല്ല. വെലോസിറ്റി ആൻസർ സീറോ. സോ മൊമെന്റം ഇല്ലാതെ സീറോ. മൂവ് ചെയ്യുന്ന ബോഡിയുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൊമെന്റം. സോ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. സോ തീർച്ചയായിട്ടും വെലോസിറ്റി എന്നുള്ള ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോ മൊമെന്റം ഒരു നമ്പറിന് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെയും കിട്ടുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോ മൊമെന്റം ഈസ് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. യൂണിറ്റ് എടുത്താൽ കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. So momentum is a vector quantity. Unit is kilogram meter per second. So velocity
ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ശ്രദ്ധിക്കണം, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് വരുന്നത്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? ആക്സിലറേഷൻ ഉണ്ടാവും. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഇല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ പറയുന്ന പേരാണ് റേറ്റ്. സോ ഇങ്ങനെയാണ് പറയുന്നത് ആക്സിലറേഷൻ is the rate of change of velocity is acceleration. It is the rate of change of velocity is acceleration. So what is acceleration? Rate of change of velocity is acceleration. A is equal to change in velocity divided by time ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെലോസിറ്റി ആൻസർ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, സീറോ വരാം. സോ അതുകൊണ്ടും ആക്സിലറേഷൻ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ ആക്സിലറേഷൻ ഈസ് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. യൂണിറ്റ് ഈസ് meter per second square. Meter per second square. Unit. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ സെക്കൻഡ് മുകളിലോട്ട് വന്നാൽ മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ്. ഇതെങ്ങനെ കിട്ടി? നമുക്കറിയാം വെലോസിറ്റി യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ ടൈം യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അങ്ങനെയാണ് വന്നത്. യൂണിറ്റ് മുകളിലോട്ട് എഴുതിയാൽ എസ് റൈസ് ടു മൈനസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ. ഇനി ഒരു വസ്തുണ്ട്, നമ്മളൊരു ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ എ ഒരു വസ്തുവിന്റെ ഇനിഷ്യൽ വെലോസിറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി ഡി ആയിട്ടുള്ള സമയം ടി സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ചേഞ്ച് വെലോസിറ്റിന്റെ ചേഞ്ച് ഇതാണ് ഓൾറെഡി നമ്മൾ ചെയ്തു. ഞാൻ നേരത്തെ എറേഴ്സിൽ പറഞ്ഞു രണ്ട് വസ്തുക്കളുടെ ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൈനസ് ചെയ്യണം. സോ ബി മൈനസ് യു ഡിവൈഡ് ബൈ യു. So acceleration is equal to v minus u. ഇനി ഈ ടീനെ മുകളിലോട്ട് എഴുതി a t is equal to v minus u. ഈ യുവിനെ എടുത്തോട്ട് വെച്ചാൽ അടുത്ത പേരാണ്, നെഗറ്റീവ് നമ്പർ ആണ്. ഇങ്ങോട്ട് വെച്ചാൽ നല്ല പേരാണ്. സോ u plus at is equal to c. So v is equal to u plus c. ഇതാണ് equations of motion. First equations of motion. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇക്വേഷൻസ് ഓഫ് മോഷൻ എത്ര എണ്ണമുണ്ട്, അത് ഏതൊക്കെയാണ് പഠിക്കാൻ. നേരത്തെ ജസ്റ്റ് കാണിച്ചു തന്നതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഞാൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഡെറിവേഷൻ പാർട്ട് നിങ്ങൾക്കില്ല പഠിക്കാൻ. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. പി ഇസിക്കൽ ഡി പ്ലസ് എ പി അതിൻ്റെ കാര്യം. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് പറഞ്ഞു. ആക്സിലറേഷൻ അത് മതി. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ഇതിൽ ആക്സിലറേഷൻ കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് യൂണിഫോം എന്താണ് യൂണിഫോം? ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്താൽ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെ വെലോസിറ്റി കോൺസ്റ്റന്റ് മോഷൻ ആണ് കോൾഡ് യൂണിഫോം മോഷൻ. വെലോസിറ്റി കോൺസ്റ്റന്റ് മോഷൻ ആണ് കോൾഡ് യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷൻ എങ്ങനെ പറയാം? ഇഫ് ആൻ ഒബ്ജക്റ്റ് കവർ equal distance in equal interval of time, it is called uniform motion. The velocity of an object remains constant motion are called uniform motion. So what is uniform motion? You understand the point? Velocity remains constant. Velocity remains constant motion are called non-uniform motion. What is non-uniform motion? ഒരു വസ്തുവിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ആ മോഷൻ നമ്മൾ പറഞ്ഞ പേരാണ് നോൺ യൂണിഫോം മോഷൻ. ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം ദേ ആർ കോൾഡ് നോൺ യൂണിഫോം മോഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് ആൻ ഒബ്ജക്ട് കവർ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഇഫ് ആൻ ഒബ്ജക്ട് കവർ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, സച്ച് മോഷൻസ് ആർ കോൾഡ് നോൺ യൂണിഫോം മോഷൻ. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് യൂണിഫോം accelerated motion. Uniform accelerated motion. എന്താണ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് മോഷൻ ആണ് നമ്മൾ പറയുന്നത്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് മോഷൻ എന്ന് പറയുന്നതാണ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ.
ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് കോൺസ്റ്റന്റ് മോഷൻ ആണ് യൂണിഫോം ആക്സിലറേഷൻ മാറുന്ന അവസ്ഥ. ഇത്തരം മോഷനുകളെ നമ്മൾ പറഞ്ഞ പേരാണ് യൂണിഫോം മോഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ ടേംസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചത്. ഓരോ ടേമുകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകുക. ഫസ്റ്റ് എന്താണ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് റെസ്പോണ്ട് ചേഞ്ചസ് വിത്ത് ദ ടൈം they are called resistive motion. And the position of an object continuously changes with the time they are called motion. Distance, the total path length covered by an object is distance. Distance always positive. This is scalar quantity. Unit is meter. What is displacement? It is the shortest distance between initial position and final position. It can be positive, negative or zero. It is a vector quantity. Unit is meter. What is speed? It is distance by time. It is the rate of distance covered by an object. This is scalar quantity. Unit is meter per second. Speed always positive. What is the vector? What is velocity? Displacement by time. It is the rate of displacement covered by an object. It is a vector quantity. Unit is meter per second. Velocity can be positive, negative or zero. What is momentum? It is the property. It is the characteristic property of a moving body. When the momentum p is equal to mass into velocity, where m is the mass, p is the velocity. It is a vector quantity. Unit is kilogram meter per second. So what is acceleration? Change in velocity divided by time. Rate of change of velocity is acceleration. So acceleration a is equal to v minus u by t. V is the final velocity, u is the initial velocity, t is the time. What is the unit? Meter per second square. It is a vector quantity. Acceleration also positive, negative or zero. So അടുത്ത പ്രൊപ്പൻഷൻ നമ്മൾ യൂണിഫോം മോഷൻ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് മോഷൻ ആണ് called uniform motion. The if an object cover equal distance in equal intervals of such motions are called uniform motion. What is non-uniform motion? Velocity changing motions are called non-uniform motion. If an object cover unequal distance in equal intervals of time, such motions are called non-uniform motion. Uniform acceleration, accelerated uniform accelerated. What is uniform accelerated motion? Acceleration of an object remains constant motion are called uniform accelerated motion. ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ അടുത്ത് പഠിച്ചത്. ഇനി നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമുക്ക് പോവാം. ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. അതിൻ്റെ ഡെറിവേഷൻ ഇല്ല. ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഒന്നാമത്തെ ഇക്വേഷൻസ് ഓഫ് മോഷൻ v is equal to u plus at. രണ്ടാമത് s is equal to ut plus half at square. മൂന്നാമത് v square is equal to u square plus 2x. ഇതെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിലാണ്. Where a is the final velocity, v is the final velocity, u is the initial velocity, a is the uniform acceleration, e is the time. S is the displacement, u initial velocity, a time, a is the uniform acceleration, e time, final velocity, initial velocity, acceleration, uniform acceleration, s is the displacement. ഇതിന്റെ ഡെറിവേഷൻ ഇല്ല. ഇതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ഡെറിവേഷൻ പറഞ്ഞ് അതേ സമയം കളയുന്നു. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൺ ഫസ്റ്റ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും. യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ തുടരും. എപ്പോഴും വരെ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്നത് വരെ. അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അപ്പൊ എങ്ങനെ പറയാം? എവരി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ along a straight line unless it is compelled by an unbalanced external force acting on it. Every body continues its state of rest or uniform motion along a straight line unless it is compelled by an unbalanced external force acting on it. അപ്പോൾ ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും. സ്വയം അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറാൻ പറ്റത്തില്ല. ആ കഴിവുകേടില്ല, ആ ബോഡിന്റെ കഴിവില്ലായ്മയെ നമ്മൾ പറയുന്ന പേരാണ് ഇനർഷ്യ. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ നമുക്ക് കിട്ടിയ ഐഡിയ എന്താണ്? ഇനർഷ്യ എന്നുള്ള കാര്യമാണ്. ഇനർഷ്യ എന്താ?
It is an inability of a body changes its state by itself. ഒരു ബോഡിയുടെ സ്റ്റേറ്റ് അവന് തനിയെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാറ്റാൻ പറ്റുന്നില്ല. ആ കഴിവില്ലായ്മയെ നമ്മൾ പറഞ്ഞ പേരാണ് ഇനർഷ്യ. 3 ടൈപ്പ് ഇനർഷ്യ ഉണ്ട്. ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് മോഷൻ, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പോൾ തന്നെ പറയാമല്ലോ എന്താണ് ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്നുള്ളത്? ഇനബിലിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ ഇറ്റ്സെൽഫ്. ഇനർഷ്യ ഓഫ് മോഷൻ എന്താ? Inability of a body changes its state of motion by itself. It is called inertia of motion. And the inertia of direction. Inability of a body changes its state of direction by itself. It is called inertia of direction. ഇതൊക്കെ എക്സാമ്പിൾ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് കാണുന്നുള്ളതാണ്. നമ്മളൊരു ബസ്സിനകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിനകത്ത് നിൽക്കുകയാണ്. ബസ് നമ്മൾക്ക് പെട്ടെന്ന് സഡനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് നീങ്ങും അല്ലേ? നമ്മുടെ ആദ്യത്തെ ലോവർ പാർട്ടാണ് ഫുട്ടുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നത് ബസ്സിൻ്റെ. അപ്പോൾ അത് ഫ്രണ്ടിലോട്ട് നീങ്ങും. പക്ഷേ അപ്പർ പാർട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോഴും റെസ്റ്റിൽ തന്നെ തുടരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് നീങ്ങാൻ ശ്രമിക്കും. ഓക്കെ, അതാണ്. അല്ല, ഫ്രണ്ടിലോട്ടല്ല, ബാക്കിലോട്ട് നീങ്ങും അല്ല, അതാണ് നമുക്ക് പറയാം. ഇനർഷ്യ പ്രശ്നം എന്നുള്ളത് നമ്മളൊരു പാസഞ്ചർ ബസ്സിനകത്ത് ഇരിക്കുന്നെങ്കിൽ ബസ് പെട്ടെന്ന് എടുത്താൽ നമ്മൾ ഈ ലെഗ് പോർഷൻ ഫ്രണ്ടിലോട്ട് നീങ്ങും. പക്ഷേ ഈ അപ്പർ പോർഷൻ എന്ത് ചെയ്യും? അങ്ങനെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നീങ്ങുന്ന പോലെ തോന്നും. അതാണ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഇനർഷ്യ ഓഫ് മോഷൻ എന്താണെന്ന് വെച്ചാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഈ കാലിൻ്റെ ഭാഗം സ്റ്റോപ്പ് ആവും. പക്ഷേ ഈ അപ്പർ പാർട്ട് എന്ത് ചെയ്യും? മുകളിലോട്ട് ഫ്രണ്ടിലോട്ട് തന്നെ നീങ്ങാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് നീങ്ങി വരും. അതാണ് ഇനർഷ്യ ഓഫ് മോഷൻ. അതാണ് നമ്മളത് പറയുന്നത്. കാറിലൊക്കെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനർഷ്യ ഓഫ് മോഷൻ കാരണം നമ്മൾ ഫ്രണ്ടിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത് ഇനർഷ്യ ഓഫ് മോഷൻ. ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ എന്താ? നമ്മൾ ഒരു സർക്കുലർ റോഡിൽ കൂടിയില്ല ബസ്സിലോട്ട് പോകുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ തെറിച്ചു പോകണം, ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ? അത് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എക്സാമ്പിൾ കൃത്യമായിട്ട് കണ്ടു. What is first law? Inability of a body changes its state. What is first law? Every body continues its state of rest or uniform motion along a straight line unless it is compelled by an unbalanced external force acting on it. ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും. യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ ആയിരിക്കും. എപ്പോഴും വരാം എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ. ഒരു ബോഡി റെസ്റ്റിൽ തുടരണം, അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ മോഷനിൽ ആവാനുള്ള ആ ബോഡിക്ക് തനിയെ തന്നെ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റില്ല. ആ കഴിവില്ലായ്മ പറഞ്ഞ ഇനർഷ്യ. ഇനർഷ്യ 3 ടൈപ്പിന്റെ ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് മോഷൻ, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. എന്നാൽ ഇനർഷ്യ ഇനബിലിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് സ്റ്റേറ്റ് ബൈ ഇറ്റ്സെൽഫ്. ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്താ? ഇനബിലിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ ഇറ്റ്സെൽഫ്. Inertia of motion എന്താ? Inability of a body changes its state of motion by itself. Inertia of direction എന്താ? Inability of a body changes its state of direction by itself. This is called inertia of direction. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. വെരി ഇമ്പോർട്ടൻ്റ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറഞ്ഞത് ഇതാണ്: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി. Rate of change of momentum of a body is directly proportional to external force acting on it. Rate of change of momentum. Rate of change of momentum of a body is directly proportional to let external force acting on it. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. എന്ത് ഫോഴ്സ്? എന്ത് ടൈപ്പ് ഫോഴ്സ് ഉണ്ട്? ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ കാറിനകത്ത് ഇരുന്ന് കയറി ഇരുന്ന് തള്ളുന്നു വെച്ചു, കാർ നീങ്ങത്തില്ല. ദാറ്റ് ഈസ് ഇന്റേണൽ ഫോഴ്സ്. നമ്മൾ പുറത്തുനിന്ന് തള്ളിയാൽ നീങ്ങും. സോ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ്. ആ ഫോഴ്സിനെ പറ്റി പറഞ്ഞ കാര്യത്തിലാണ് ഫോഴ്സ്.
ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താ പറയുക റേറ്റ്. നമുക്ക് റേറ്റ് എന്നുള്ളത് പറയുന്നത് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആരാ ചേഞ്ചിങ് മൊമെന്റ്. ചേഞ്ചിങ് മൊമെന്റ് അതാണ് കൂട്ടാൻ പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിൻ്റെ മാസ് എന്താണെന്ന് വിചാരിക്കുക. അതിന് ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റിക്ക് മാസിന് വ്യത്യാസമില്ല, വെലോസിറ്റി എന്തായാലും ഈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാം ഫോഴ്സ് പ്രപ്പോർഷണൽ മീനിങ് എന്താ? ഇത് കൂടിയാൽ ഈ സാധനം കൂടും, ഇത് കുറഞ്ഞാൽ ഇതും കുറയും. അതാണ് പ്രപ്പോർഷണൽ മീനിങ്. റൈറ്റിനുള്ള ക്വാണ്ടിറ്റി കുറയുമ്പോൾ മൊത്തം ക്വാണ്ടിറ്റി കുറയും, ഇത് കൂടുമ്പോൾ ഈ ക്വാണ്ടിറ്റി കൂടും എന്നുള്ള മീനിങ്. അപ്പോൾ ഇത് പ്രപ്പോർഷൻ നമ്മൾ ചിഹ്നത്തിന് പറയുന്ന പ്രപ്പോർഷൻ ചേഞ്ചിങ് മൊമെന്റ്. അപ്പോൾ എന്താ ഫൈനൽ മൊമെന്റ് ഇനിഷ്യൽ മൊമെന്റ് കുറയ്ക്കുക. ഫൈനൽ മൊമെന്റ് എന്താ? ഇത് എം ബി മൈനസ് ഇനിഷ്യൽ മൊമെന്റ് എന്താ? ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രപ്പോർഷനാക്കി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. ഈസ് ഈക്വൽ ടു നമ്മൾ ഈ പ്രപ്പോർഷനാക്കി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. കെ കൊടുക്കാം എം ബി മൈനസ് എം ബി ഡിവൈഡ് ബൈ കെന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 1. കെന്റെ വാല്യൂ കൊടുത്താൽ ഇത് 1 കിട്ടും. ഇവിടെ എമൗണ്ട് ഇവിടെ കാര്യം പുറത്തെടുത്ത് so m into v minus u by f is equal to the changing velocity by time is acceleration. Rate of change of velocity is acceleration. So f is equal to m. This is the Newton's second law. Second law and proof. Very important. Second law is വളരെ important ആയിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ന്യൂട്ടൺസ് സെക്കൻഡ് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എങ്ങനെയാണ് വിളിക്കുന്നത്? ചേഞ്ച് എന്നുള്ളത് മൈനസ് ആണ്. ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ഡിവൈഡ് ബൈ സാധനം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയൊരു കോൺസ്റ്റന്റ് കൊടുത്തു. കെ കൊടുത്ത് കെന്റെ വാല്യൂ 1 ആണ്. മൊമെന്റ് ഈ മൈനസ് ഈ ബൈ ടി മൈനസ് ഈ ബൈ ടിയുടെ ആൻസർ എന്താ? ആക്സിലറേഷൻ. സോ ഇത് F is equal to ma നമുക്ക് എഴുതാം. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ആക്ട് ചെയ്താൽ നമ്മളൊരാളെ എടുത്ത് ചുറ്റും പിടിച്ച് അടിക്കുക. ഒരു ലാർജ് ഫോഴ്സ് ആണ്, ഒരു ചെറിയ സമയത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ലാർജ് ഫോഴ്സ് ആക്ടിങ് ആണ് ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈം. നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റ് ബോൾ അടിക്കുന്ന ഒരു ചെറിയ ടൈം കൊണ്ടാണ് ലാർജ് ഫോഴ്സ് കൊടുക്കുന്നത്. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് ഇമ്പൾസ്. അപ്പോൾ ഇമ്പൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ഇമ്പൾസ്. സോ ഇത് നമുക്കറിയാം, ഇതെന്താ? ന്യൂട്ടനാണ്, ഇതെന്താ? സെക്കൻഡാണ്. സോ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഒരു വെക്ടർ ആയിരിക്കും. സോ ഇമ്പൾസ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇമ്പൾസ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. യൂണിറ്റ് പറഞ്ഞു, അതിന്റെ ഡയറക്ഷനാണ്, ഇക്വേഷനുമാണ്. A large force acting on short intervals of time is called impulse. Force into time is the equation. Unit is Newton second. It's a vector quantity. Unit here on the impulse momentum theorem. Impulse momentum theorem. Impulse momentum theorem. Now we come to particular force. That force is proportional to changing momentum. Change momentum by time. So force is equal to constant force in the value one changing momentum by time. The time is more force into time is equal to changing momentum. Okay. Okay. Force into time. Force into time is impulse. So impulse. Impulse is like impulse is equal to changing momentum.
conservation of linear momentum. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോഴ്സിന്റെ ഫോഴ്സ് ടൈം ഫൈനൽ മൊമെന്റം mv മൈനസ് ഇനീഷ്യൽ മൊമെന്റം mv. എങ്ങനെ കിട്ടി? ഒരു വസ്തുവിന്റെ മാസ് m ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടൈം ഈ വസ്തുവിന്റെ മാസ് ഒരു ഇതിന്റെ വസ്തു മാസ് m ആണ്, ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി v ആയി. ഇപ്പോഴുണ്ടാകുന്ന മാസ് m തന്നെയാണ്. അപ്പോൾ ഫൈനൽ മൊമെന്റം എന്ന് കണ്ടുപിടിച്ചാൽ മാസിന്റെ വെലോസിറ്റി ചെയ്യുക, അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. മാസിന്റെ വെലോസിറ്റി ഇനിഷ്യൽ മൊമെന്റിനെ കുറിച്ച് m × u അത് നമ്മൾ കുറയ്ക്കുക ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. when there is no force, ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എത്ര ആൻസർ എന്താ? അപ്പോൾ ഇവിടെ 0 കൊടുത്താൽ mv മൈനസ് mu ഡിവൈഡ് ബൈ t പിടികൂടി. ഈ 0നെ t കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെയാണ്. സോ mv മൈനസ് mu എഴുതാം. ഈ മൈനസ് m ഇങ്ങോട്ട് എടുത്താൽ u ആണ്. സോ mu is equal to f. ഫൈനൽ മൊമെന്റത്തിന്റെ ആൻസർ ഇനിഷ്യൽ മൊമെന്റത്തിന്റെ ആൻസർ സെയിം ആണ്. മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതിന്റെ അർത്ഥം എന്താ? മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ law of conservation of linear momentum പറയുന്ന കാര്യം ഇതാണ്. When there is no force acting on the body, the total linear momentum of the system remains constant. When there is no force acting on the body, the total linear momentum remains constant. That is called the law of conservation of momentum. Important ആണ്. Okay, when there is no force acting on the body, the total linear momentum of the system remains constant. ഇനി അതുപോലെ ബന്ധപ്പെട്ടതാണ് തേർഡിലോട്ട് എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ റീകോയിൽ ഓഫ് എ ഗണ്ണ്. അതേപോലെ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യാം? പുഴയുന്നതിന് ബാക്കിലോട്ടാണ്. അപ്പോൾ ബോട്ട് പോകണം ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ റീകോയിൽ ഓഫ് എ ഗണ്ണ് നമ്മൾ അതിൻ്റെ റീകോയിൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആ നോക്കുന്ന പ്രശ്നം ഞാൻ നോക്കുന്നതായിരുന്നു. ഗണ്ണിന്റെ മാസ് ബുള്ളറ്റിന്റെ മാസ് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് വളരെ വെലോസിറ്റി എന്താണ്? vg ആണ്. ഈ ഗണ്ണ് ബാക്കിലോട്ട് അതിന്റെ വെലോസിറ്റി vg ആണ്. കറക്റ്റ് ആൻസർ വരണം vg എന്നുള്ളത് മാസ് ഓഫ് mv എന്നുള്ളത് മാസ് ഓഫ് അടുത്ത vg വെലോസിറ്റി ഓഫ് ഇവിടെ വെലോസിറ്റി ഓഫ് അടുത്ത vg വെലോസിറ്റി നമ്മൾ പറയുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. നമ്മൾ അപ്ലൈ ചെയ്ത law of conservation of momentum before fire equal to momentum after fire. Momentum after പൊളിഷൻ ഫയർ ഫയർ. അപ്പോൾ momentum before fire ഈ വസ്തു ബുള്ളറ്റും അതിൻ്റെ അകത്തിരിക്കുകയാണ്. അതിൻ്റെ വെസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മൊമെന്റം കണ്ടുപിടിച്ചാൽ മാസിന്റെ വെലോസിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെലോസിറ്റിന്റെ ആൻസർ 0 ആണ്. മൊമെന്റം ആഫ്റ്റർ ഫയർ മൊമെന്റം എന്താവും? mv പ്ലസ് രണ്ട് ബാക്കിലോട്ട് അതിൻ്റെ
VG ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ടൈം പിന്നെ എടുത്തുകൊണ്ട് വയ്ക്കുക. ഇത് പ്ലസ്സാണ്, അത് തുടർന്ന നെഗറ്റീവ് എഴുതുകയാണ്. അപ്പം MB VB VG കണ്ടുപിടിക്കാൻ ഈ ടൈം താഴെ. സോ മൈനസ് MB VB ഡിവൈഡ് ബൈ മൈനസ് സൈൻ ഉദ്ദേശിക്കുന്നത് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കടന്നു പോകുന്നത്. അതാണ് റീകോയിൽ വെലോസിറ്റി കൊടുത്തിട്ടുള്ളത്. മൈനസ് MB VB ഡിവൈഡ് ബൈ ഇവിടെ നോക്കിയാൽ മാസ് ബുള്ളറ്റ് ഗണ്ണിന്റെ മാസ് കൂടിയ റീകോയിൽ വെലോസിറ്റി കുറയും. മാസ് കുറഞ്ഞ റീകോയിൽ വെലോസിറ്റി ഉപയോഗിച്ചു. ഇനി ലാസ്റ്റ് നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ലാസ്റ്റ് സെക്ഷനാണ് അതുകൊണ്ട് കഴിഞ്ഞ അപ്പോൾ ഈ റോക്കറ്റിൻ്റെ ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ റോക്കറ്റ് ലോഞ്ചിങ് പാഡ് റെസ്റ്റിലാണ് അല്ലേ? റെസ്റ്റിലാകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ മൊമെൻ്റം എന്തായാലും 0 ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം അനുസരിച്ച് ത്രൂ ഔട്ട് ദി മോഷൻ മൊമെൻ്റം എന്താകും 0 ആണ്. അപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ അകത്ത് ഫ്യൂൽ എന്തെങ്കിലും ബേൺ ചെയ്യുമ്പോൾ ഹോട്ട് ഗ്യാസ് താഴോട്ട് ജെറ്റ് ചെയ്ത ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഒരു വെലോസിറ്റി കിട്ടുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ വെലോസിറ്റി. അപ്പോൾ അതിനെല്ലാതാക്കാൻ വേണ്ടി ഈ മാസ് ബാക്കിയുള്ള മാസ് പോകുന്നു. അതാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം. The initial momentum of the rocket launching pad is 0. When the rocket is launched, the fuel in the rocket burns. Hence, the hot gases are ejected in the downward direction. This creates a momentum change in downward direction. To balance it, the remaining mass move upward direction. അതാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ നമ്മൾ ചോദിച്ചില്ല, നമുക്ക് ചാൻസ്. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ പറഞ്ഞു is based on the law of conservation of momentum. The initial momentum of the rocket launching pad is 0. When the rocket is launched, the fuel in the rocket burns and hot gases are ejected in the downward direction. To balance it, the remaining mass move upward direction. ഇതോടെ ആ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞ് കുറച്ച് കണ്ടന്റ് ഉണ്ട്, കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സുകളും ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക, പഠിക്കുക. 4 ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രോബ്ലം സെക്ഷനിൽ ഉണ്ടാവുന്നത് അത് തീർച്ചയായിട്ടും ഇടും. അപ്പോൾ 4 മൊഡ്യൂളുണ്ട്. 3ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റായി. 4 ചാപ്റ്ററുകളുണ്ട്. ഏറ്റവും എളുപ്പത്തിലുള്ള ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അത് നന്നായിട്ട് പഠിക്കുക. 2ാമത്തെ ചാപ്റ്റർ എറേഴ്സും എളുപ്പമാണ്. 3ാമത്തെ ചാപ്റ്റർ ബെറ്ററാണ്. കുറച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഡൈനാമിക്സ് അല്ലെങ്കിൽ മോഷൻ. അപ്പം അതും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. കണക്കാക്കുമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട്. ഓക്കെ.